റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഒരു ചെറിയൊരു സംഭവം കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം, അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 26 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ ചില പാർട്ടിക്കാരുടെ സമരം നടക്കുകയാണ്. അപ്പോൾ അവൻ അതുവഴി കടന്നു പോകാനായിട്ട് അവർ അനുവദിച്ചില്ല. അവനും നിർബന്ധമായിട്ട് എനിക്ക് ജോലിക്ക് പോകണം, ഡ്യൂട്ടിക്ക് നേരാകുന്നു, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ വിട്ടില്ല. അങ്ങനെ അതൊരു വലിയ വാക്കുവാദമൊക്കെ ആയി. പോലീസ് ഏർപ്പെട്ടു. പോലീസുകാരന് SIയോട് കുറേ പോലീസുകാരുണ്ട്, അവരെല്ലാം കൂടെ കടന്നു വന്നു. SI അവനെ പിടിച്ചിട്ട് എടാ അടിക്കും നിന്നെ പോകുമെന്ന് പറഞ്ഞവനെ പറയുമ്പോഴും അവൻ പറഞ്ഞ് എന്നാ ഒന്ന് അടിക്ക് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പബ്ലിക്കിൽ നിന്ന് സാധാരണ അടിക്കാൻ റൈറ്റ്സ് ഇല്ല. പിന്നെ അവനും അങ്ങനെ തന്നെ പറഞ്ഞു, അടിക്ക് കാണട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയുക, അദ്ദേഹം അടിക്കുകയും കൂടെ ചെയ്തു. അടിച്ചുകൊണ്ടേ ആ പയ്യൻ തിരിച്ച് SI അടിക്കുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് ഇടയായി തീർന്നു. ശേഷമായിട്ട് പോലീസുകാരവനെ ഉപദ്രവിക്കുന്നത് മർദ്ദിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന തോന്നി. എൻ്റെ സഹോദരങ്ങളെ, ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത തെറ്റാണ്. പോലീസ് അധികാരികളുടെ നേരെ കൈനീട്ടുന്ന വലിയ തെറ്റാണ്. എങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു 26 വയസ്സ് പയ്യനാണ്. ഞാൻ അവനെ ശ്രദ്ധിച്ചു. നല്ല മുടി ഹെയർ കട്ടൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അവൻ ജോലിക്ക് പോവുകയാണ്. പക്ഷേ അത് നിസ്സാര വിഷയമായിരുന്നു. അവിടെ വെച്ച് അത് തീർക്കാവുന്നതേ ഉള്ളായിരുന്നു. ആ പാർട്ടിക്കാർക്ക് അവനെ വിട്ടിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ. അല്ലാതെ മറിച്ച് ആ പോലീസുകാരവിടെ വന്നതിന് ശേഷം ആ മക്കളുടെ, അതായത് പബ്ലിക്കിൻ്റെ വിഷയമല്ലേ, അവനെ അവർക്ക് പറഞ്ഞയക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ അവരും വന്നവരെന്താ ചെയ്തത്? ആ വിവാദമുണ്ടാക്കിയ പാർട്ടിക്കാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആ പയ്യനെ അടിക്കുകയും ഉപദ്രവിക്കുന്നു, വല്ലാതെ ഉപദ്രവിച്ചു, മർദ്ദിക്കുകയാണ്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ കൂടെ പറ്റത്തില്ല. മർദ്ദിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നു പോയ ഒരു നിമിഷം കൂടെ ആയിരുന്നു അത്. പ്രിയ ദൈവമക്കളെ, സത്യത്തിൽ ആ മകൻ അവൻ ജോലിക്ക് തന്നെയല്ലേ പോയിരുന്നത്. പക്ഷേ അവൻ്റെ ഭവനത്തിലുള്ളവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന, ഒരു നീറ്റൽ, എവിടെയോ ഒരു വേദന നമുക്കുണ്ടാകും. അങ്ങനെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ടുപോകുന്ന ആ വാഹനത്തിൽ കയറ്റുന്നവരെയൊക്കെ കണ്ടു നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. അതുപോലെ അവനെ ഉപദ്രവിച്ചു കൊണ്ടുപോയി. അവൻ്റെ പേരിൽ ഒരു 6 വഴക്കുകൾ അല്ലെങ്കിൽ കേസുകൾ അവൻ്റെ പേരിൽ എഴുതി ഒക്കെ അവനെ ജയിലിലാക്കിയതായിട്ട് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞ ന്യൂസ് കണ്ട നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രിയരെ, ആ പയ്യൻ്റെ ഫ്യൂച്ചർ തകർന്നു അല്ലേ. ഏറെക്കുറെ അവർ അടിച്ചും ഒക്കെ അവനെ നശിപ്പിച്ച് കാണും. അവനിപ്പം ഏത് സ്ഥിതിയിലാണോ വെളിയെ വരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ അവൻ കടന്നു വരുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് മാതാപിതാക്കളായിരിക്കുന്ന നമുക്കൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും വളരെയധികം പിടിവാശി ഉള്ളവരാണ്. വളരെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് കോപം, ദേഷ്യം വളരെയധികം ഉള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് തന്നെ. എന്നാൽ മിക്ക കുഞ്ഞുങ്ങൾക്കും അപ്പനും അമ്മയും മാതാപിതാക്കൾ പറയുന്നത് ഒരു വിശ്വാസം ഉണ്ടാകത്തില്ല. എന്നാൽ അതേ സമയത്തിൽ ഫ്രണ്ട്സ് പറഞ്ഞാൽ അവർ വിശ്വസിക്കും, നാട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കും. എന്നാൽ പെറ്റു വളർത്തിയ അപ്പനോ അമ്മയോ പറഞ്ഞാൽ വിശ്വസിക്കാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് അവർ വലിയൊരു ആപത്തിലേക്കാണ് എത്തിക്കുന്നത്. എപ്പോഴും മാതാപിതാക്കൾ നമ്മളെ എന്താ പറയുക, നമ്മളെ ഒരു മോശமான ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാറില്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെ നല്ലതിന് വേണ്ടി എടുത്ത് പറയുന്നത് അല്ലെങ്കിൽ അവരെ നല്ല നിലയിലേക്ക് എത്തിക്കുന്ന മാതാപിതാക്കൾ തന്നെയല്ലേ. പ്രിയ സഹോദരങ്ങളെ, പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അവർ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കുന്നത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വളർത്തണം. അവർ സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കണം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ മതിയാകുകയുള്ളൂ. പ്രിയരെ, ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല എന്നതാണ് സത്യം. ഏതെന്നെടുത്താലും കോപം, ദേഷ്യമാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നത്. അത് പോലീസായാലും തിരിച്ചടിക്കാൻ നിൽക്കുക, അതൊക്കെ വലിയ കുറ്റങ്ങളാണ്, ക്രിമിനൽ കുറ്റങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളതൊക്കെ അറിഞ്ഞിരിക്കണം. ചില കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള മുതിർന്നവരോട്
മോശമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ വേദനയുണ്ടാവും. പ്രായം ചെന്നവരോടൊക്കെ ഒരു മനസാക്ഷിയില്ലാതെ ദയയില്ലാതെ അവരോട് സംസാരിക്കുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ മുതിർന്നവർ അല്ലെങ്കിൽ വയസ്സാണവർ അവരങ്ങ് ക്ഷമിക്കുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ മകളുടെ കുഞ്ഞല്ലേ, മോനല്ലേ എന്നൊക്കെ വിചാരിച്ച് അവരങ്ങ് ക്ഷമിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നാൽ മറ്റുള്ളവരത് ക്ഷമിക്കണമെന്നില്ല. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് പ്രിയ സഹോദരങ്ങളെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കണം. ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം, നമ്മുടെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് നല്ലത് പറഞ്ഞു വിടണം. മോനെ, ആരോടും വഴക്കോ വല്ലതും ഉണ്ടാക്കരുത്, ആര് പറഞ്ഞാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതൊക്കെയാണ് ജീവിതം. അതുകൊണ്ട് ഒരു മോശമായ പേര് കേൾപ്പിക്കാൻ ഇടയാക്കരുത് എന്ന് പറഞ്ഞ് തന്നെ കുഞ്ഞുങ്ങളെ വെളിയിലേക്ക് പറഞ്ഞയക്കണം. പ്രത്യേകിച്ച് അമ്മമാർ, നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഉപവസിക്കണം. സഹോദരങ്ങളെ, പ്രായമായതിന് ശേഷം പറഞ്ഞാൽ മനസ്സിലാകുമോ? ചെറുപ്രായത്തിലേ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അത് തന്നെയല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കും. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവ് ദൂതന്മാരെ അയക്കും. അവർ ഭദ്രമായി വന്നു ചേരുവാൻ, അവർ പോകുന്ന കാര്യങ്ങൾ അവർക്ക് സക്സസ്സായി തിരിച്ചു വരുവാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കും. അവരുടെ നല്ല ഭാവിയെ ഓർത്ത് പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവഭയം, അവരൊക്കെ ദൈവഭയമുള്ളവരായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിക്കാം പ്രാർത്ഥനയിൽ എന്ന് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.